നമ്മളെ സൈറ്റ് വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നമ്മളൊരു ബ്രാൻഡ് ഇറക്കുന്നില്ലേനോ, ഒരു അത്തറിൻ്റെ, എൻ്റെ സ്വന്തം ബ്രാൻഡിൽ ഒരു അത്തർ ഇറക്കുന്നു പറഞ്ഞില്ലേനോ. അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആകാൻ കുറച്ച് സമയം എടുത്ത് അതിനൊക്കെ പറഞ്ഞ കുറച്ച് വിഷയങ്ങളൊക്കെ ലേശം മുന്നത്തെ വീഡിയോ നോക്കിയൊക്കെ മനസ്സിലാവും. അപ്പോൾ നമ്മളെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടുഡേ ഐ ആം വെരി ഹാപ്പി. കണ്ടോ, ഇതാണ് നമ്മളെ ഹാപ്പി. ഇത് നമ്മളെ പെർഫ്യൂമിൻ്റെ പാക്കിങ് ആട്ടോ. ഇനി മുതൽ നമ്മൾ വേറെ റേഞ്ചിലായി നമ്മളെ പെർഫ്യൂം കൊടുക്കുക. അത്രയും കാലം നമ്മൾ കൊടുത്തിരിക്കുന്നത് പാക്കിംഗ് ഒന്നുമില്ലാണ്ട് നോർമൽ ബോട്ടിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇനി നമ്മൾ നല്ലൊരു പ്രീമിയം ലുക്ക് ബ്രാൻഡ് ആക്കി തന്നെയാണ് നമ്മളെ അത്തർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പുറത്ത് നല്ല വെയിലാണ്, അതുകൊണ്ട് കാറിനകത്ത് കയറി കേട്ടോ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ അത്തറിൻ്റെ പാക്കിംഗ് ആണ്. അന്ന് അതിൻ്റെ ലോഞ്ചിങ് കേട്ടോ. ഫസ്റ്റ് ഇതാണിത്. അതൊന്ന് പൊട്ടിച്ച് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മളെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ, അതുകൊണ്ട് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളെ അത്തറിൻ്റെ പാക്കിങ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഉള്ളിലൊരു കുളിര്. എന്തുകൊണ്ടാണെന്ന് അറിയോ, നമ്മളെ സ്വന്തം ബ്രാൻഡിലുണ്ടോ, നമ്മളെ സ്വന്തം ബ്രാൻഡാണോ ഔട്ട്ലെക്സ് ഉണ്ടല്ലേ. നമ്മളെ ഇഷ്ടപ്പെട്ട നമ്മളെ സ്വന്തം പേരിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ട് അതിങ്ങനെ പാക്ക് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. എൻ്റെ മോനെ അടിവയറ്റിൽ ഐസ് കട്ടല്ല, അതിൻ്റെ അപ്പുറം എന്തൊക്കെയോ ഇവിടെ ഒരു സുഖമാണ്. എൻ്റെ മോനെ ഇത് കാണുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ പുഴയിലൊക്കെ എടുത്ത് ചാടിയാലോ എന്ന് ആലോചിക്കുക. നോക്ക്, നമ്മളെ പേര് ഔട്ട്ലെക്സ്, നമ്മളെ സ്വന്തം ബ്രാൻഡ്. ഇനി നമ്മളെ അത്ര വേറെ ഒരു റേഞ്ചിലേക്ക് നമ്മൾ കൊടുക്കുക. ഇനിയിപ്പോൾ നല്ല സെറ്റപ്പാക്കി നല്ല പാക്കിംഗ് കൊണ്ട് നല്ല ഒരു ക്ലാസിക് ലുക്ക് തന്നെ കൊടുക്കുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ റെഡി ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും കാലം നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും കാലം നമ്മൾ വെറും ബോട്ടിൽ മാത്രം കൊറിയറാക്കി കൊടുക്കാനും. പിന്നെ നമ്മൾ അത്തറിൻ്റെ മെയിൻ പ്രത്യേകം എന്താ അറിയോ, 2 ദിവസം ഇതിൻ്റെ സ്മെല്ല് കിട്ടും. 2 ദിവസമാണ് ഇതിൻ്റെ ലാസ്റ്റിങ്. 3ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് കേട്ടോ. 3ml ആണെങ്കിലും ആൾ ചെറുതാണെങ്കിൽ ഇതിൻ്റെ പവർ മാറുക. എന്ന് വെച്ചാൽ കുറച്ച് നമ്മളിവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് നമ്മളെ ഷർട്ട് പോലെ എന്തുപോലെ ആക്കുക 2 ദിവസം ഇതിൻ്റെ സ്മെല്ല് കിട്ടും. അത് 100% ഗ്യാരണ്ടി. അതുപോലെ തന്നെ നല്ല ഒരു ക്ലാസിക് സ്മെല്ല്. എന്നുവെച്ചാൽ ആർക്കും ഒരു തലവേദന എടുക്കുന്നതോ അല്ലെങ്കിൽ മടുപ്പ് ആകുന്ന അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. 100-90 ആൾക്കാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും. പിന്നെ എന്തെങ്കിലും ഉണ്ടാവില്ല, നമ്മൾ ഹാർപ്പിക്കിൻ്റെയും ലൈഫ് ബോയിൻ്റെ പരസ്യത്തിലൊക്കെ കണ്ടില്ലേ, ഒരു കീടാണ് മാത്രം കിടക്കുക. അത് എല്ലാ സംഭവത്തിലും അത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നല്ലൊരു സ്മെല്ലോട് കൂടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലെങ്കിൽ, അതുപോലെ തന്നെ നല്ലൊരു അത്തർ ലവറും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. 100% ഗ്യാരണ്ടി. അപ്പം നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ. ഇതിൻ്റെ വലിയൊരു ഡ്രീമാണ് വലിയൊരു ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ളത്. ഈ ഔട്ട്ലെക്സ് എന്നുള്ള ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റണം എന്നുള്ളത് വലിയൊരു ഡ്രീമാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.